ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങൾക്ക് എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ശുശ്രൂഷകർ കടന്നു പോകുന്ന 3 സ്റ്റേജുകളെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, സൈലൻ്റായിട്ടുള്ളൊരു പീരീഡിലൂടെ നാം കടന്നു പോകാറുണ്ട്. രണ്ടാമത്തത്, നമ്മുടെ ശുശ്രൂഷകൾ ചലിച്ചു തുടങ്ങുന്നു, യാത്രകൾ ആരംഭിക്കുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, സ്റ്റേജുകൾ അനേകർ നമ്മളെ ക്ഷണിക്കുന്നു. അങ്ങനെ നമ്മുടെ ശുശ്രൂഷകൾ മൂവ് ചെയ്യുന്ന ഒരു സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. അപ്പോൾ തന്നെ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ദൈവം നമ്മുടെ ശുശ്രൂഷയെ എടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ച് ഒരു മഹത്വമുള്ളമാക്കി മാറ്റുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ശുശ്രൂഷകൾ മാറുന്നതും നാം കണ്ടിട്ടുണ്ട്. ഈ 3 സ്റ്റേജുകളെ യേശു കർത്താവിൻ്റെ ജീവിതമായി താരതമ്യം ചെയ്ത് ചിന്തിപ്പാനാണ് നാം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, യേശു കർത്താവ് മറിയയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയോടെ ഉരുവാകുകയും 30 വർഷക്കാലം യേശു സൈലൻ്റായിട്ടിരുന്നു. 12ാമത്തെ വയസ്സിൽ ആലയത്തിൽ വെച്ച് ശാസ്ത്രിമാരുമായിട്ട് തർക്കിക്കുന്ന ഒരു സ്റ്റേജ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തൽക്കാലം പ്രസംഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ യേശു കർത്താവ്. എങ്കിലും യേശു 30 വർഷം സൈലൻ്റായിട്ടിരിക്കുവാൻ. പ്രിയരെ, ഇതുപോലൊരു സൈലൻ്റ് പീരീഡ് ഏതൊരു ശുശ്രൂഷകൻ്റെ ജീവിതത്തിൽ കാണാം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ സ്റ്റേജിലൂടെ ആണെങ്കിൽ പോകുന്നെങ്കിൽ ഭാരപ്പെടരുത്, പ്രാർത്ഥിക്കുക. മാതാപിതാക്കൾ കീഴടങ്ങി, ദൈവദാസന്മാർക്ക്, പാസ്റ്റേഴ്സിനൊക്കെ കീഴടങ്ങി ഇരിക്കേണ്ട സമയമാണ് സൈലൻറ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിൽ പലപ്പോഴും നമ്മുടെ അകം കിടന്ന് ഇളകി മറിയും. കാരണം നമുക്ക് അറിവുള്ളതിൻ്റെ അത്രയും ചിലപ്പോൾ നമ്മുടെ പാസ്റ്റർക്ക് അറിയത്തില്ലായിരിക്കാം. നമ്മുടെ പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതിനേക്കാൾ വലിയ വെളിപ്പാടുകൾ കത്തും. പക്ഷെങ്കിൽ വാ തുറക്കാതെ മൗനമായിട്ടിരിക്കുന്നതാണ് സൈലൻറ്റ് പീരീഡ്. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നത് എനിക്കറിയില്ല. നമ്മുടെ പാസ്റ്റർക്ക് നമ്മുടെ അത്രയും വെളിപ്പാട് കാണത്തില്ല, നമ്മുടെ അത്രയും കൃപകൾ കാണത്തില്ല. പക്ഷെങ്കിൽ എന്നിട്ടും നിങ്ങൾ ആ ചർച്ചിൽ സൈലൻ്റായിട്ടിരിക്കേണ്ട അവസ്ഥയാണ്. ദൈവം നമ്മളെ അങ്ങനെ ആക്കിയിരിക്കുകയാണ്. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ സ്റ്റേജുകളുണ്ടായിരുന്നു. മോശയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. മോശയ്ക്ക് അറിയാമായിരുന്നു അവരെ വീണ്ടെടുക്കേണ്ടത് ഞാനാണ്. അപ്പോസ്തല പ്രവർത്തിക്കകത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മോശയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എങ്കിലും മോശ എടുത്തു ചാടിയതുകൊണ്ട് മോശയെ കർത്താവ് സൈലൻറ്റ് പീരീഡിലേക്ക് കൊണ്ടുപോകാനായിട്ട് വന്നു. മോശയുടെ ജീവിതത്തിൽ ഒരു സൈലൻറ്റ് ഏരിയ ഉണ്ടായിരുന്നു. പൗലോസിൻ്റെ ജീവിതത്തിനകത്തും ഒരു സൈലൻറ്റ് പീരീഡ് ഉണ്ടായിരുന്നു. ഈ സൈലൻറ്റ് പീരീഡിനകത്താണ് നാം നമ്മെ തന്നെ റിപ്പയർ ചെയ്യുന്നത്. വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും. വിളി ഉണ്ടെന്നറിയാം, പക്ഷെങ്കിൽ സ്റ്റേജുകളില്ല, പ്രവചനങ്ങളില്ല, ആരും നമ്മളെ പരിചയപ്പെടുത്താനില്ല. ഒന്നുമില്ലാതെ വിളിയുണ്ട് എന്ന ബോധ്യത്തിൽ തിരുവചനം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, തിരുവചനം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു. ഈ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടമുണ്ട്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ സ്റ്റേജിലൂടെയാണ് പോകുന്നെങ്കിൽ നിങ്ങളുടെ വിളി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ സ്റ്റേജിലൂടെ പോകുന്നത്. എന്നെ കേൾക്കൽ ഭാരപ്പെടരുത്. നിങ്ങൾക്ക് ദൈവം ഒരുക്കുന്ന സമയം വരെയും നിങ്ങൾ ഈ സ്റ്റേജിലൂടെ പോയേ മതിയാകുകയുള്ളൂ. എപ്പോഴാണ് ഈ സ്റ്റേജ് ബ്രേക്ക് ആകുന്നത്? നമുക്ക് യേശുവിൻ്റെ ജീവിത രീതിയിലേക്കൊന്ന് നോക്കാം. ഇങ്ങനെ സൈലൻ്റായിട്ടിരിക്കുമ്പോൾ 30ാമത്തെ വയസ്സിൽ മരുഭൂമിയിൽ യോഹന്നാൻ വരുന്നു. യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേൽപ്പാൻ യേശു ഗലീലയിൽ നിന്നും യോർദാൻ വരെ നടന്നു വന്നു. യേശുവിൻ്റെ സൈലൻറ്റ് പീരീഡ് ബ്രേക്ക് ആകാൻ പോവുകയാണ്. ഗലീലയിൽ നിന്നും യോർദാൻ്റെ തീരം വരെയും യേശു കർത്താവ് എന്ത് ചെയ്തു? നടന്നെടുത്തു. കാരണം ഈ സൈലൻറ്റ് പീരീഡിനെ ബ്രേക്ക് ചെയ്യാൻ ഒരാൾ വരും നിങ്ങളുടെ ലൈഫിനകത്ത്. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥയ്ക്കകത്തൊന്നും ഇതിനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് നിങ്ങളെ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഒന്ന് വെളിപ്പെടുത്താനായി ചില വ്യക്തികളെ ദൈവം തിരഞ്ഞെടുത്തു വെച്ചിട്ടുണ്ട്. ആ വ്യക്തികൾ വരുന്നിടം വരെയും നിങ്ങൾക്ക് സൈലൻ്റായിട്ടിരുന്നേ പറ്റൂ. അതൊരു പക്ഷെങ്കിൽ ഒരു മീഡിയ മിനിസ്ട്രി ആയിരിക്കാം, അതൊരു പക്ഷെങ്കിൽ ഒരു ചെറിയ ഉപവാസ പ്രാർത്ഥനയായിരിക്കാം, അതൊരു പക്ഷെങ്കിൽ ഒരു പാസ്റ്ററായിരിക്കാം, ഒരു യാത്രയായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഈ സൈലൻറ്റ് പീരീഡിനെ ബ്രേക്ക് ചെയ്ത് നിങ്ങളെ പുറത്തെടുക്കാൻ
ചില ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിനെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ തിരിക്കാൻ വേണ്ടി ചിലരെ കർത്താവ് ഒരുക്കുന്നുണ്ട്. ആ നിമിഷം വരെയും നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റർക്കും നിങ്ങളുടെ സഭയ്ക്കും കീഴടങ്ങിയിരുന്ന് നിങ്ങൾ ജ്ഞാനത്തിലും വെളിപ്പാടിലും വർദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, യോഹന്നാൻ്റെ കീഴിൽ സ്നാനപ്പെടുന്നു. യോഹന്നാൻ പബ്ലിക്കിന് യേശുവിനെ പരിചയപ്പെടുത്തുന്നു. യേശുവിനെ പബ്ലിക്കിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തിയാൽ ഉടനെ ശുശ്രൂഷ ആരംഭിച്ചില്ല പ്രിയരെ. അടുത്ത സെക്കൻഡിൽ നേരെ മരുഭൂമിയിലേക്ക് യാത്രയാകുമായിരുന്നു. ഒരു സൈലൻറ്റ് പീരീഡിനും നിങ്ങളുടെ മിനിസ്ട്രി മൂവ് ആകുന്നതിനും ഇടയിൽ ഒരു മരുഭൂമിയുണ്ട്. ആ മരുഭൂമിയിൽ നിങ്ങൾ ജയിച്ചേ മതിയാകും. അഹങ്കാരത്തെ ജയിക്കണം, നമ്മുടെ ശരീരത്തെ ജയിക്കണം, മനസ്സിനെ ജയിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. പരിശുദ്ധാത്മാവാണ് ആ ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. ആ സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ നിങ്ങളുടെ ശുശ്രൂഷകൾ ചലിക്കാൻ തുടങ്ങും. പിന്നീട് നമ്മൾ കാണുന്നത് ഗലീല മുതൽ ജെറുസലേമിൻ്റെ കവാടം വരെയും അടിച്ച് തകർക്കുന്ന ഒരു മിനിസ്ട്രിയാണ് കാണുന്നത്. രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ വിട്ടുമാറുന്നു, വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്നു, എന്ന് പറയുന്നത് അഭിഷക്തന്മാരെ കൈവച്ച് അനുഗ്രഹിച്ച് പറഞ്ഞയക്കുന്നു. മിനിസ്ട്രിയിൽ 1000 ജനങ്ങൾ കൂടുന്നു, അപ്പം വർദ്ധിക്കുന്നു. ഭയങ്കര അടിച്ചു പൊളിയാണ് പിന്നീടുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത്. മൂവ് ചെയ്യുവാണ് ശുശ്രൂഷ. എന്നാൽ ഈ ജെറുസലേമിൻ്റെ കവാടത്തിലെത്തുമ്പോൾ യേശു പറയുന്നുണ്ട്, ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് എൻ്റെ ശുശ്രൂഷ കയറാൻ പോവുകയാണ്. അവിടെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നു എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ഞാനതിനെ നമ്മുടെ ഈ സബ്ജക്റ്റുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു റേമ വേഡ് പോലെ ഞാനതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു: ഗ്ലോറിഫൈയിലേക്ക്, ആ മഹത്വകരമായൊരു ശുശ്രൂഷയിലേക്ക് യേശു എൻ്ററാകാൻ പോവുകയാണ്. ഇവിടെ യേശു പറയുന്നൊരു കാര്യമുണ്ട്: ഞാൻ ജെറുസലേമിലേക്ക് പോകും, അവിടെ അനേകരാൽ ഞാൻ നിന്ദിക്കപ്പെടും, എന്നെ ഉപദ്രവിക്കും, എന്നെ ക്രൂശിക്കും, എന്നാൽ 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ജെറുസലേമിനകത്ത് നിന്ദയുണ്ട്, ഉപദ്രവങ്ങളുണ്ട്, ക്രൂശീകരണമുണ്ട്, എന്നാൽ ഒരു ഉയർച്ചയുമുണ്ട്. നമ്മുടെ ശുശ്രൂഷ അനേകർക്ക് വാഴ്ത്തി അനുഗ്രഹിച്ച് ദൈവം വിളമ്പുന്നതിന് തൊട്ടു മുമ്പ് നമ്മളെ കർത്താവ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യും. 5 അപ്പവും 2 മീനും കർത്താവ് ആ ബാലകൻ്റെ കയ്യിൽ നിന്ന് എടുത്തതിന് ശേഷം, അത് കരത്തിലാണിരിക്കുന്നത്, യേശുവിൻ്റെ കരത്തിലാണ്. പക്ഷേ യേശുവിൻ്റെ കരത്തിലിരുന്നാൽ ആ അപ്പം കുറച്ചു പേർക്ക് മാത്രമേ പ്രയോജനപ്പെടത്തുള്ളൂ. എന്നാൽ എപ്പോഴാണോ ആ അപ്പം ബ്രേക്ക് ആകുന്നത്, നുറുങ്ങപ്പെടുന്നത്, 12 കൊട്ട ശേഷിക്കും. പ്രിയരെ, നിങ്ങളുടെ ശുശ്രൂഷ ഒരു മഹത്വകരമായി മാറണമെങ്കിൽ, അനേക രാജ്യങ്ങൾക്ക് ദൈവം നിങ്ങളെ വിളമ്പിക്കൊടുക്കണമെങ്കിൽ, അനേക രാജ്യങ്ങളുടെ വിശപ്പ് നിങ്ങൾ മുഖാന്തരം അകറ്റപ്പെടണമെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷ മഹത്വമുള്ളതായിട്ട് മാറണം. ചരിത്രത്തിൽ നിന്ന് ഒരു ഉദാഹരണം പറയാം. റിനാഡ് ബോംഗെ എന്ന് പറയുന്ന വലിയൊരു അഭിഷക്തൻ ആഫ്രിക്കയ്ക്ക് വേണ്ടി കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ചു കൊടുത്തതാണ്. ചാൾസ് ഫിന്നി എന്ന് പറയുന്ന അഭിഷക്തനെ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ചു കൊടുത്തു. മഹത്വകരമായ ശുശ്രൂഷയായിരുന്നു. എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ശുശ്രൂഷയെ ദൈവം ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുന്നതിന് തൊട്ടു മുമ്പ് നിങ്ങൾ ക്രൂശിലൂടെ പോകേണ്ടതായിട്ടുണ്ട്. യേശു കർത്താവിൻ്റെ ക്രൂശിൻ്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്കായിട്ട് ദൈവം ചില ക്രൂശീകരണങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ ഈഗോകളെ ക്രൂശിക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങളുടെ സ്വയസഹതാപത്തെ ക്രൂശിക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങളുടെ വിഷമങ്ങളെ ക്രൂശിക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങളുടെ വിശപ്പിനെ, നിങ്ങളുടെ ശാരീരികമായ ആഗ്രഹങ്ങളെ, മനസ്സിൻ്റെ ഇച്ഛകളെ എല്ലാത്തിനെയും ക്രൂശിലൂടെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ ആ മഹത്വകരമായ ശുശ്രൂഷയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ദൈവം നമ്മുടെ ശുശ്രൂഷ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അനേകർ വാതിൽ തുറന്നു തരും, നിങ്ങൾക്ക് അവിടെ പ്രവേശിക്കാം. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ ശുശ്രൂഷയെ മഹത്വകരിക്കുമ്പോൾ അടയപ്പെട്ട വാതിൽ നിനക്കൊരു തടസ്സമാകത്തില്ല.
അടയപ്പെട്ട രാജ്യങ്ങൾ നിനക്കൊരു തടസ്സമാകത്തില്ല. കാരണം നീ ഇല്ലാതെ ആ രാജ്യത്തിലൊന്നും നടക്കത്തില്ല, നീ ഇല്ലാതെ ആ മിനിസ്ട്രിയിലൊന്നും നടക്കത്തില്ല. ആ സ്റ്റേജിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരും. അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ ക്രൂശിൻ്റെ കർത്താവ് ഇങ്ങനെ പറയുന്നത്, ഇടുക്കുവാതിലിലൂടെ പോയെങ്കിൽ മാത്രമേ ഇടുക്കുവാതിലൂടെ പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ അന്ന് വരെയും ചുമ്മിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ഭാണ്ഡം, നിങ്ങളുടെ വെയിറ്റ് അതെല്ലാം കളയേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഭാരങ്ങൾ കളയേണ്ടതായിട്ടുണ്ട്, നിങ്ങളുടെ വേദനകൾ കളയേണ്ടതായിട്ടുണ്ട്, നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കേണ്ടതായിട്ടുണ്ട്. കംപ്ലീറ്റ്ലി കർത്താവിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടൊരു ശുശ്രൂഷ ദൈവം നിങ്ങളുടെ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ സമയം എന്നെ കേൾക്കുന്ന ചില അഭിഷക്തന്മാർ അവരുടെ ശുശ്രൂഷ മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് പൊക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ശുശ്രൂഷയെ ഒരു മഹത്വീകരിക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുമ്പോൾ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയങ്ങൾ വേർതിരിക്കുക. ലോകം മുഴുവൻ വലിയൊരു ഉണർവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ലോകത്തെ കീഴ്മേ മറിക്കുന്ന അഭിഷക്തനായി, ലോകത്തെ മൊത്തം സുവിശേഷീകരിക്കുന്ന ഒരു അഭിഷക്ത വൃന്ദമായി നിങ്ങൾ മാറാൻ പോകുന്നു. നിങ്ങളുടെ കയ്യിലൂടെ ഒരു നോർമൽ ശുശ്രൂഷയല്ല നടക്കേണ്ടത്. നിങ്ങളുടെ കരുത്തിലൂടെ ഒരു നോർമൽ ഹീലിംഗ് അല്ല, നോർമൽ പ്രൊഫറ്റിക്കൽ തലമല്ല, നോർമൽ പ്രവചനമല്ല നടക്കേണ്ടത്. അസാധാരണമായ ലെവലിൽ സൂപ്പർ നാച്ചുറലായിട്ടുള്ള മിനിസ്ട്രികൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഈ ദിവസം പ്രാർത്ഥനയെന്ന, ഗത്സമന എന്ന ആ തോട്ടം വഴി, കാൽവരി ക്രൂശ് എന്ന നിങ്ങളുടെ ക്രൂശീകരണത്തിലൂടെ ഒരു ഗ്ലോറിയായ ഒരു തലത്തിലേക്ക് നിങ്ങളുടെ ശുശ്രൂഷ മാറ്റപ്പെടട്ടെ. ഈ മെസ്സേജ് നിങ്ങളെ പ്രാർത്ഥനയിലേക്കും വചനധ്യാനത്തിലേക്കും ആത്മതപനത്തിലേക്കും നയിക്കണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.